ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് മറ്റേ ഗ്രേവിയും 2 ഫ്രൈഡ് റൈസും. ആദ്യം ഗ്രേവി ഉണ്ട്, പിന്നെ ഫ്രൈഡ് റൈസും ഉണ്ട് കേട്ടോ. ഇത് ഗ്രേവി, ഇത് ഫ്രൈഡ് റൈസ്. ഇതുണ്ടാക്കിയിട്ടില്ല. ഫ്രൈഡ് റൈസക്ക് വെളുത്തുള്ളി ചേർത്തു, പിന്നെ ഗ്രേവിക്ക് ഉള്ളിയും ചേർത്തു. ഫ്രൈഡ് റൈസക്ക് പിന്നെ ഫ്രൈഡ് റൈസക്ക് ക്യാപ്സിക്ക, ക്യാരറ്റ്, ബീൻസ്, ഉള്ളി, പിന്നെ കാബേജ്. പിന്നെ ഫ്രൈഡ് റൈസ് ഉള്ളി ചേർത്തിനല്ലേ, അങ്ങനെ അത് ഇളക്കി ഒക്കെ ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ ഗ്രേവിക്കുള്ള ഉള്ളി വഴറ്റുണ്ട്. പിന്നെ ഗ്രേവിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മുളകും ഇട്ട് അങ്ങനെ പിന്നെ ഇളക്കി. പിന്നെ ഗ്രേവിൻ്റെ അത് ഇപ്പുറത്തുണ്ട്, ഫ്രൈഡ് റൈസിൻ്റെ ഇപ്പുറത്തുണ്ട്. ഫ്രൈഡ് റൈസ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൈഡ് റൈസ് നമ്മളെല്ലാം തൊട്ട് ആവശ്യമുള്ളത്. ഇപ്പോൾ കുറച്ച് വേവിച്ച് വെച്ച ഗ്രീൻ പീസും ഇട്ടു. പിന്നെ ആ കയ്യിലവിടെ വെച്ചു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു. കുറച്ചൊക്കെ നമുക്ക് പാകത്തിനാണ് ഇട്ടത്, അതിന് പാകത്തിനുള്ള ഇട്ടു. പിന്നെ അതൊന്ന് ഇളക്കി, കുറച്ച് നേരം അങ്ങനെ ഇളക്കി, ഒരു 2 മിനിറ്റ് ഇളക്കാം. പിന്നെ ഗ്രേവിക്ക് ക്യാപ്സിക്കം ചേർത്തെടുത്ത്, അങ്ങനെ ക്യാപ്സിക്കൊക്കെ ചേർത്തു. പിന്നെ ഇളക്കി, ക്യാപ്സിക്കം ഉള്ളി അതൊക്കെ ഗ്രേവി ഇളക്കി. ഗ്രേവി ആയിട്ടില്ല കേട്ടോ. നന്നായി യോജിപ്പിച്ചു. കുറച്ച് നേരമൊക്കെ യോജിപ്പിച്ചു. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് കുറച്ചും കൂടി ഇളക്കി കൊടുത്തു. കുറച്ച് നേരം ഇളക്കിയായിരുന്നു. ഞാനായിരുന്നു ഇളക്കിയത് ഫസ്റ്റ്, ഞാനല്ലായിരുന്നു. ഇപ്പം ഞാൻ ഇളക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ തന്നെ. ഇപ്പം ഞാനല്ല, ഇപ്പം എൻ്റെ അമ്മയാണ്. അങ്ങനെ പിന്നെ നമ്മൾ മറ്റേ ഗ്രേവി ഇളക്കി. പിന്നെ അത് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം അങ്ങനായി. പിന്നെ നമ്മൾ ഇനി അവിടെ എടുത്ത് വെച്ച അവിടെ കുറേ ചിക്കൻ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചില്ലി സോസ് അങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ച് കുറച്ച് ചില്ലി സോസ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ഇളക്കുക. പിന്നെ സോയ സോസ്, പിന്നെ അതും ഇളക്കുക. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുക്കണേ. ഇങ്ങനെ ഇളക്കി, കുറച്ചിങ്ങനെ ഇളക്കി കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇളക്കണുണ്ട്. പിന്നെ അതിൽ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തു. ആ ചിക്കന് പൊടിച്ചതായിരുന്നു. പിന്നെ അതിൽ മുട്ട പൊടിച്ച് ഇട്ടെടുത്തു. മുട്ട ആദ്യം പൊരിച്ചിട്ടാട്ടോ, പിടിക്കേണ്ടിയില്ല. അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ അത് മിക്സാക്കി, കുറച്ച് നേരം അങ്ങനെ മിക്സാക്കി ഇട്ടു. പിന്നെ ഗ്രേവിക്ക് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ തക്കാളി അരച്ചത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ രണ്ട് തക്കാളി ഇട്ടെടുത്തത്. പിന്നെ മറ്റേ നമ്മളെ നേരത്തെ എടുത്ത് വെച്ച ഫ്രൈഡ് റൈസ് ഇല്ലേ, അതിക്ക് ചോറ് ഇട്ട് നല്ലതും ഇട്ടിട്ടു. നിങ്ങൾക്ക് വേണ്ടത്ര നിങ്ങൾക്ക് ഇടാം, ഞങ്ങൾക്ക് വേണ്ടതാണ് ഞങ്ങൾ ഇട്ടത്.
പിന്നെ എനിക്ക് ചൂടെടുത്തിട്ട് ഞാൻ പ്ലേറ്റോട്ട് ഇങ്ങനെ ആക്കി കാറ്റ് വീശി. നല്ല ചൂടാണ് കേട്ടോ. ഫാനൊക്കെ ഓഫാക്കിയിട്ട് അതുകൊണ്ട് നല്ല ചൂടായപ്പോൾ ഞങ്ങൾ പ്ലേറ്റ് വെച്ചിങ്ങനെ കാറ്റ് വീശിയിട്ടാ. അങ്ങനെ ചോറൊക്കെ ഇട്ട് കഴിയാനായി. കുറച്ചിട്ടുണ്ട്. പിന്നെ ഇട്ട് കഴിഞ്ഞു. പിന്നെ നല്ലതായിട്ട് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സാക്കി. പിന്നെ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്ത് പിന്നെ അത് ഇളക്കി. അങ്ങനെ ഇളക്കാൻ തുടങ്ങി, മിക്സ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കൈ ഉണ്ടായതുകൊണ്ട് കാണാൻ കഴിയുന്നില്ലേക്കരം. എന്തായാലും മിക്സാക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ? നല്ല മിക്സാക്കണം കേട്ടോ. കുറച്ച് വേർത്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേർപ്പൊക്കെ തോത്തുണ്ടായിന്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര, കുരുമുളക് പൊടി, സുർക്ക, സോസ്, മുളക് പൊടിയും വെള്ളവും എല്ലാം കൂടി മിക്സാക്കിയതാണ്. പിന്നെ കുറച്ച് ഇളക്കി. പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു ഗ്രേവിക്ക്. പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തു. നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്കുള്ള ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ പൊരിച്ചിട്ട് എടുത്ത് കൊടുത്ത് അങ്ങനെ പിന്നെ അത് മിക്സ് ചെയ്യാൻ തുടങ്ങി. ചിക്കൻ അതിലിട്ട് ഇളക്കി കൊടുക്കും. നല്ലോണം മിക്സ് ചെയ്യണേ. അങ്ങനെ നല്ല ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിട്ടോ. 1 മിനിറ്റ് ഇളക്കി കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് കുറച്ച് ചില്ലി സോസ് ആട്ടോ നമ്മൾ നേരത്തെ വെച്ചത്. ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് മതിയില്ലേ. അങ്ങനെ കുറച്ചാട്ടോ ഒഴിച്ചത്. കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു. പിന്നെ അങ്ങനെ കാറ്റൊക്കെ വീശുന്നുണ്ട്. ചൂടെടുത്തിട്ടാ നേരത്തെ നമ്മളെ ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഗ്രേവിക്ക് കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഞാൻ കണ്ടില്ല പ്ലേറ്റ് വെച്ച് കാറ്റ് വീശുന്ന ചൂടെടുത്തിട്ടാട്ടോ. ഞാൻ ചൂട് കഴിഞ്ഞിട്ടോ. നേരത്തെ രാത്രിയായിരുന്നു. പിന്നെ നമ്മളേക്ക് കുറച്ച് പിന്നെ അതിങ്ങനെ ഇളക്കി. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി, ഗ്രേവിയും റെഡിയായി. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ഉണ്ടാക്കി, ഗ്രേവിയും ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ? അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.